പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ സംഭവം. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ 14-കാരന്റെ ഒടിഞ്ഞ കൈക്ക് ശസ്ത്രക്രിയ നടത്തിയ ശേഷം കൈ വളഞ്ഞു പോയെന്ന് ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയ കുടുംബം. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറുടെ അനാസ്ഥ മൂലം നവജാത ശിശു മരിച്ചത്. ആലപ്പുഴ ഹരിപ്പാട് സർക്കാർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ അണുബാധയും അസൗകര്യങ്ങളും കാരണം രോഗികൾക്ക് അണുബാധ ഉണ്ടായ സംഭവം. വയനാട് മെഡിക്കൽ കോളേജിൽ സിസേറിയനു ശേഷം യുവതിയുടെ ശരീരത്തിൽ കോട്ടൺ തുണി ഉപേക്ഷിച്ചത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെ മലയിൻകീഴ് സ്വദേശിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവം. നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ രംഗത്തെ കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മൾ സംസാരിക്കുന്ന സംഭവങ്ങളാണ് ഇവയെല്ലാം. കത്രികയും ഉപകരണങ്ങളും ശസ്ത്രക്രിയകൾക്കു ശേഷം ശരീരത്തിൽ വച്ച് തുന്നിക്കെട്ടുക, അതും വച്ച് വർഷങ്ങളോളം വേദന തിന്ന് നടക്കുന്ന പാവം രോഗികൾ. ഒടുവിൽ പിഴവ് കണ്ടെത്തി കഴിഞ്ഞാൽ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറുന്ന സർക്കാർ ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും. ഡോക്ടർമാരെ തള്ളുന്ന ആരോഗ്യമന്ത്രി. കമ്മീഷനും വിദഗ്ധ സംഘവും പരിശോധിക്കും. സ്വകാര്യ ആശുപത്രി മാഫിയയുടെ ദുഷ്പ്രചാരണമാണ് ഇതിന് പിന്നിൽ. ഇതിൽ ഒതുങ്ങുന്നു ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക പ്രതികരണങ്ങൾ. സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ പഴങ്ങില്ലാത്ത പാവങ്ങളാണ്, മനുഷ്യരാണ് സർ. ഒരു കത്രികയും ഗൈഡ് വയറും ശരീരത്തിൽ വെച്ച് 50 കൊല്ലം ജീവിക്കാമെന്ന് പറയുന്ന ഡോക്ടർമാരുള്ള ഇവിടെ ഇനിയും ഇത് സംഭവിക്കില്ലെന്ന് എന്തുറപ്പാണുള്ളത്? ഹൈ-ഫൈ പരിശോധിക്കുന്നു. ആരോഗ്യം വെന്റിലേറ്ററിലോ? ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മൾ കേട്ടത് ആരോഗ്യരംഗത്തെ ഗുരുതരങ്ങളായ 3 പിഴവുകളാണ്. ആലപ്പുഴ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയതാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തേത്. വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ചയെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ചികിത്സാ പിഴവുണ്ടായെന്നും കോവിഡ് സമയത്ത് നടന്ന ശസ്ത്രക്രിയ ആയതിനാൽ പരിമിതികളുണ്ടായിരുന്നുവെന്നുമാണ് പ്രതികരണങ്ങൾ. മാഡത്തിന്റെ യൂണിറ്റിലാണ്, പക്ഷേ ആ യൂണിറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ നേതൃത്വത്തിലാണ് ഈ സർജറി നടന്നത്. ഡോക്ടർ ഷാഹിദ. ഈ സർജറി ചെയ്തൊരു സാഹചര്യം കൂടെ നമ്മളൊന്ന് പരിഗണിക്കണം. 2021 കോവിഡിന്റെ 2ാം തരംഗമുള്ള സമയത്ത് സാധാരണ ഇവർ ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലല്ല ഈ ഡോക്ടർമാരും സിസ്റ്റർമാരും എല്ലാം ഈ സർജറി ചെയ്തത്. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. ഞാനതിൽ ലഘൂകരിക്കുകയല്ല. കോന്നിയിലെ 14-കാരന്റെ കൈയൊടിഞ്ഞ സംഭവമാണ് മറ്റൊന്ന്. 14-കാരന്റെ ഒടിഞ്ഞ കൈക്ക് 2.5 മാസം ചികിത്സ നൽകിയെന്നും ഒടുവിൽ ആ കൈ വളഞ്ഞു പോയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. കോന്നി അരിവാപുലം സ്വദേശികളുടെ മകൻ തൻസീറിനാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായത്. അതോടൊപ്പമാണ് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം നമ്മൾ സജീവമായി തന്നെ ചർച്ച ചെയ്തത്. ഡോക്ടർക്കെതിരെ കൈക്കൂലി അടക്കം ആരോപണങ്ങളാണ് അവിടെ ഉയർന്നിരിക്കുന്നത്. നമ്പർ 1 ആരോഗ്യ രംഗത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഉണ്ടായ ഗുരുതരങ്ങളായ 3 ചികിത്സാ പിഴവുകൾ. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന സർക്കാർ എങ്ങനെ ഈ വിഷയങ്ങളെ പ്രതിരോധിക്കുമെന്നുകൂടി പരിശോധിക്കുകയാണ് ഇന്ന് ഹൈ-ഫൈവ്. നമുക്കൊപ്പം വിശകലനങ്ങളുമായി അമൽ സുരേന്ദ്രൻ, ശ്രീരാജ് ബാബു, ദേവൻ MP, ബിരൽ ലീല സാബു എന്നിവർ തത്സമയം ചേരുന്നു. ആദ്യം അമലിലേക്കാണ്. അമലെ, ഗുഡ് ഈവനിംഗ്. സിസ്റ്റത്തെ കുറ്റം പറഞ്ഞിരുന്ന ആരോഗ്യമന്ത്രി ഇതാ ഡോക്ടർമാരെ പഴിക്കുകയാണ്. സിസ്റ്റത്തെ, ആരോഗ്യമന്ത്രിയെ അനുകരിച്ച് സിസ്റ്റത്തെ കുറ്റം പറയുകയാണ് ഡോക്ടർമാർക്ക് ആർക്കും ഒന്നും ഓർമ്മയില്ല. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വയറിൽ കുടുങ്ങിയാൽ 50 വർഷം ജീവിക്കാം. ഇതാണ് ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ പറയുന്നത്. വണ്ടാനത്തെ ഒടുവിലെ ചികിത്സാ പിഴവിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ, അതോ ഇതും വിദഗ്ധ സമിതി പരിശോധനയിൽ അവസാനിക്കുമോ? അമൽ, സേതു, വണ്ടാനത്തെ വിഷയം അത് കേരള വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിന്റെ ഭാഗമായി കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ്. ഏതായാലും ഉഷ ജോസഫിന് സംഭവിച്ചത് ആർക്കും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് ഡോക്ടർമാരടക്കം പറയുമ്പോഴും അവർക്ക് നിരത്താനുള്ള ഒരു പ്രതിരോധം എന്ന് പറയുന്നത് കോവിഡ് സമയമായിരുന്നു. ആ സമയത്ത് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പലതരത്തിലുള്ള സുരക്ഷാ കവചങ്ങളെല്ലാം ധരിച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ പോലും നടത്തിയത്. അതിനിടയിൽ വന്ന പാകപ്പിഴകളാണ്. മാത്രവുമല്ല, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ മതിയായിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള തൊഴിലാളികൾ ഇല്ലാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും ഇല്ലാത്ത അവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ആരോഗ്യ പ്രവർത്തകരുടെ പല സംഘടനകൾ പലവട്ടം സമരം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും KMOJ പേരിൽ ഇപ്പോൾ ഒരു സമരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നേരിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 5 വർഷം മുൻപാണ് ഈ ഒരു സംഭവം നടന്നത്. അതായത് കത്രികയ്ക്ക് സമാനമായിട്ടുള്ള ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ തുന്നിക്കെട്ടിക്കൊണ്ട് 5 വർഷമാണ് തൊഴിലുറപ്പ് ജോലി ചെയ്യാൻ ഉഷ ജോസഫ് വിധിക്കപ്പെട്ടത്. അതിന് ഇടയിൽ
അവർക്ക് ഒരുപാട് തരത്തിലുള്ള വേദനകൾ ഉണ്ടാകുന്നു. ഈ ജോലി ചെയ്യാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. പലപ്പോഴും അവർ അവശ്യ അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോഴെല്ലാം ആശുപത്രിയിലേക്ക് പോകുന്നു. പക്ഷേ മൂത്രത്തിൽ കല്ലാണ് എന്ന് പറഞ്ഞ് ഇവരെ തിരിച്ചയക്കുവാനായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ അതിനാണ് മുതിർന്നത് എന്നാണ് പറയുന്നത്. അതിനുശേഷം ആശുപത്രിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശുപത്രിയിൽ മുൻപ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഇടത്ത്, അതായത് പിന്നീട് ജോലിയിൽ നിന്ന് വിരമിച്ച ആളുകളുടെ അടുത്ത് ഇവർ പോവുകയും അവർ നടത്തിയ വിശദമായിട്ടുള്ള പരിശോധനയെ തുടർന്നാണ് സ്വകാര്യ ലബോറട്ടറിയിൽ ഇത്തരത്തിലൊരു എക്സ്റേയിൽ വയറ്റിനുള്ളിലെ ഈ ഒരു മൊസ്കിറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്ന കത്രികയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയ ഉപകരണം കണ്ടെത്തുകയും ചെയ്യുന്നത്. ആ കാഴ്ചയിൽ തന്നെ നടുക്കമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഉഷ ജോസഫിനോടും കുടുംബത്തോടും സംസാരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഉഷ പറഞ്ഞത്, എനിക്ക് വീണ്ടും വണ്ടാനത്തേക്ക് പോകാൻ ഭയമാക്കുന്നു എന്നത്. അത് നമ്മുടെ ആരോഗ്യ കേരളം തന്നെ ലജ്ജിക്കേണ്ട ഒരു പ്രസ്താവനയായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നു. ഏതായാലും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം ഇന്ന് ഉണ്ടായിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് ഡോക്ടർമാർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നാണ്. അതായത് ഡോക്ടർമാർ അറിയാതെ എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. ഏതായാലും അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ രാവിലെ ഇതിന്റെ ഡോക്ടറുടെ, അതായത് ഈ യൂണിറ്റിന്റെ മേധാവിയായിരുന്ന ഡോക്ടറോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഇതൊരു സിസ്റ്റത്തിന്റെ തകർച്ചയാണ് എന്നാണ്. പ്രത്യേകിച്ചും ഡോക്ടർമാർ എന്തു വന്നാലും ഡോക്ടർമാരെ പഴിച്ചായിരുന്നതിന് പകരം ആ സിസ്റ്റത്തിന്റെ പോരായ്മകൾ കൂടി മനസ്സിലാക്കണമെന്നാണ്. ഫ്ലോർ സ്റ്റാഫ് ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എന്തെല്ലാം ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത് എന്ന് തിട്ടപ്പെടുത്തുവാനുള്ള യാതൊരു തരത്തിലുള്ള സിസ്റ്റവും ഉണ്ടായിരുന്നില്ല. മനസ്സിൽ കണക്കുകൂട്ടി ഒരു തിട്ടം വയ്ക്കുകയായിരുന്നു എന്നതടക്കമുള്ള പ്രസ്താവനകൾ ഈ വിരമിച്ച ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷമാണ് പ്രതിഷേധം, വാർത്താ സമ്മേളനത്തിനിടെ സൂപ്രണ്ടിന്റെ വാർത്താ സമ്മേളനത്തിനിടയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും അവർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് വിചിത്രമായ നിയമ നടപടിയാണ്. അതിൽ ആശുപത്രി സുരക്ഷാ നിയമം പ്രയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു നിയമം വെച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും അവരിപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം ഈ ഒരു റിമാൻഡിലാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമലേ, അങ്ങനെ ആരോഗ്യമന്ത്രി ഈ ഡോക്ടർമാർ സിസ്റ്റത്തെയും പഴിക്കുന്നു, പ്രതിഷേധിക്കുന്നവരെയൊക്കെ ഈ നമുക്ക് ഇല്ലാത്ത നിയമങ്ങൾ വെച്ച് അവരെ പൂട്ടുന്നു, പ്രതിഷേധിക്കാനുള്ള അവരുടെ അവകാശത്തെ പോലും ഹനിക്കുന്ന രീതി കണ്ടുകൊണ്ടിരിക്കുന്നു. വണ്ടാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പം ആദ്യത്തെ സംഭവമല്ല. കാലങ്ങളായിട്ട് ഈ ചികിത്സാ പിഴവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ദീർഘകാല പാരമ്പര്യം ആ ആശുപത്രിക്കുണ്ട്. ഇതിപ്പോൾ അവസാനത്തേതാണെന്ന് പറയാം. ശ്രീരാജേ, ഈ 2.5 മാസം 14-കാരന് ചികിത്സ നൽകിയ ശേഷം കുട്ടിയുടെ കൈ വളഞ്ഞു പോയെന്നായിരുന്നു കോന്നിയിൽ നിന്നുള്ള പരാതി. ഈ പരാതി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തള്ളിക്കളഞ്ഞു. ഇതൊക്കെ കുട്ടികളിൽ സാധാരണ ഉണ്ടാകാറുള്ളതാണ് എന്ന് പറഞ്ഞ് അതിനെ നിസാരം കണക്കെ തള്ളിക്കളയുന്ന മെഡിക്കൽ സൂപ്രണ്ടിനെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇതിൽ പോലീസിന്, ആരോഗ്യമന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് ഇവർക്കൊക്കെയും ആ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും തുടർ നീക്കമുണ്ടോ ശ്രീരാജേ? സേതു, സ്വകാര്യ ആശുപത്രികളിലെയും സർക്കാർ ആശുപത്രികളിലെയും ചികിത്സാ പിഴവ് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്, പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. സമാനമായ ഒരു സംഭവമായിരുന്നു കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സംഭവിച്ചത്. 14 വയസ്സുകാരനായ അരുവാപ്പലം സ്വദേശി തൻസീറിൻ്റെ കൈ ഒടിഞ്ഞ ശേഷം കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ശസ്ത്രക്രിയ നടത്തുകയും പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു. എന്നാൽ പിന്നീട് പലതവണ എക്സ്റേ എടുക്കുകയും ചെയ്തിരുന്നതാണ്. പല ഘട്ടങ്ങളിലായി ഫെബ്രുവരി 2-ാം തീയതി പ്ലാസ്റ്റർ മാറ്റാനായി ആശുപത്രിയിൽ എത്തിയ ഘട്ടത്തിലാണ്, പ്ലാസ്റ്റർ മാറ്റുമ്പോഴാണ് ഇത്തരത്തിൽ കൈക്ക് വളവ് സംഭവിച്ചതായി കുടുംബം തിരിച്ചറിയുന്നത്. കുടുംബത്തിൻ്റെ പ്രധാന ആരോപണം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ നവംബർ 14 മുതൽ ഫെബ്രുവരി 2 വരെയുള്ള ദിവസങ്ങളിൽ പല ഘട്ടങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സ്റേ അടക്കം എടുക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലൊന്നും ഏതെങ്കിലും തരത്തിൽ കൈക്ക് പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ ഇതുപോലെ വളവ് സംഭവിച്ചതായി എക്സ്റേയിൽ തിരിച്ചറിഞ്ഞെന്നോ ഉള്ള വിവരം ഈ കുടുംബാംഗങ്ങൾക്കോ ഈ കുട്ടിയോടോ അല്ലെങ്കിൽ രക്ഷിതാക്കളോടോ ഒന്നും തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഡോക്ടർമാർ അങ്ങനെ ഒരു വിവരവും പറഞ്ഞില്ല എന്നായിരുന്നു കുടുംബത്തിൻ്റെ ആരോപണം. ചികിത്സാ പിഴവ് സംഭവിച്ചു, അത് മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആരോപണം അങ്ങനെയാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പിന്നീട് മറ്റൊരാശുപത്രിയിൽ ചികിത്സ തേടുകയും ശസ്ത്രക്രിയയ്ക്ക് വീണ്ടും ഈ കുട്ടി വിധേയനാവുകയും ചെയ്തു. അതിൽ വലിയ പ്രതിഷേധവും ഇന്നുണ്ടായി. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇന്നും ഉണ്ടാവുകയും ചെയ്തു. സൂപ്രണ്ടിനെ ഉപരോധിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പ്രതിഷേധക്കാർ കടക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ചികിത്സാ പിഴവിനേക്കാൾ വലിയ അവധാനതയോടെ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള പ്രതികരണം ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഈ മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത് സാധാരണഗതിയിൽ പ്ലാസ്റ്റർ ഇട്ട ശേഷം കൈ അനക്കാതെ വെക്കണം. പക്ഷേ ഈ കുട്ടി പലതവണയും കൈ അനക്കിയിട്ടുണ്ടാകാം. കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അത് കൈക്ക് വളവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് സാധാരണഗതിയിൽ ഇത് നാളുകൾ കഴിയുമ്പോൾ തന്നെ ഇത് മാറുകയും ചെയ്യാമെന്ന് പറയുന്ന അതേ ഡോക്ടർ തന്നെ പറയുന്നു, വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ കയ്യിൽ ഇത്തരത്തിലൊരു വളവ് സംഭവിച്ചു. അതിപ്പോഴും ആ വളവ് താൻ ഇപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുകയാണ്. അത് സ്വാഭാവികമല്ലേ? നമുക്കൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം ഇതാണ്. ഈ ഡോക്ടർമാർ പറഞ്ഞു വെക്കുന്ന എന്ത് ലഘൂകരിച്ചാണ് അവർ ഓരോ വിഷയങ്ങളെ എടുക്കുന്നത് എന്നുള്ളത്. കുറച്ച് മുൻപ് നമ്മൾ കേട്ടു, ഒരു കത്രികയൊക്കെ അല്ലെങ്കിൽ കത്രിക പോലത്തെ ഒരു ചികിത്സാ ഉപകരണം വയറ്റിൽ കുടുങ്ങിയാൽ ഒന്നും പറ്റില്ല, 5 അല്ല നിങ്ങൾക്ക് 50 വർഷം ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ കഴുത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയാൽ അതൊക്കെ സ്വാഭാവികമാണ്, അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്ന ഡോക്ടർമാർ. ഒരു കൊച്ചിന്റെ കൈ ചികിത്സിച്ച് വളച്ചു വെച്ചിട്ട് അതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന് പറയുന്ന ഡോക്ടർമാർ. ഇതൊക്കെയാണ് മനസ്സിലാവാത്ത വിചിത്രങ്ങളാണ് കാര്യങ്ങൾ. നെടുമങ്ങാട്ടേക്ക് പോകുമ്പോൾ ദേവൻ, ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിചിത്രമാണ് നെടുമങ്ങാട്ടത്തെ കാര്യം. കാരണം ബിന്ദു സുന്ദർ എന്ന ഡോക്ടർക്കെതിരെ നേരത്തെയും സമാന പരാതികളുണ്ടെന്ന് പറഞ്ഞത് ആരോഗ്യവകുപ്പ് സൂപ്രണ്ടാണ്. ഇതിന് പിന്നാലെ ഇവർക്കെതിരെ കൈക്കൂലി ആരോപണം ഉയർന്നു. അതും ഈ മരണപ്പെട്ട കുഞ്ഞിന്റെ അച്ഛൻ തന്നെ പറഞ്ഞു 5000 രൂപ ഇവർക്ക് കൊടുത്തിരുന്നുവെന്ന്. ഈ ഡോക്ടർക്കെതിരെ ആദ്യമായി വരുന്ന നടപടി ഒരു സ്ഥലമാറ്റം, പിന്നീട് അത് സസ്പെൻഷനിലേക്ക് മാറുന്നു. അവിടെ പ്രതിഷേധിച്ചവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുകയാണ്. ഇതിന്റെ പേരിൽ അവിടെ വരുന്ന രോഗികളോട് അവിടുത്തെ ഡോക്ടർമാരുടെ പ്രതികാര നടപടി. ശരിക്കും അവിടെ ഒരു സിസ്റ്റം ജീവനോടെ ഉണ്ടോ ദേവൻ? സേതു, ആലപ്പുഴയിലെയും കോന്നിയിലെയും പോലെയല്ല തിരുവനന്തപുരം നെടുമങ്ങാട് സംഭവിച്ച കാര്യമെന്ന് പറയുന്നത്. ഇവിടെ നഷ്ടമായത് ഒരു പിഞ്ച് കുഞ്ഞിന്റെ ജീവനാണ്. അതും ഒരു നവജാത ശിശു, അതും പാലോട് സ്വദേശിയായിട്ടുള്ള രഞ്ജിനിയുടെയും ഒപ്പം തന്നെ ബിനിലിന്റെയും ആദ്യത്തെ കുഞ്ഞായിരുന്നു. അവർ കഴിഞ്ഞ 9 മാസമായി കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. അവരുടെ കുടുംബം അവർ കാത്തിരിക്കുന്നു. കഴിഞ്ഞ 9 മാസവും കൃത്യമായി ചികിത്സ നടക്കുന്നു. സ്കാനിംഗ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാകുന്നു. പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് എത്തുന്നു. അന്നേ ദിവസം ഇത്തരത്തിലൊരു പ്രസവ വേദന അനുഭവപ്പെടുന്നു. പിന്നീട് ലേബർ റൂമിലേക്ക് ചികിത്സയ്ക്ക് മാറ്റുന്നു. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു കൈപ്പിഴ കൊണ്ട് അല്ലെങ്കിൽ ചികിത്സാ പിഴവ് കൊണ്ട് ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ 9 മാസം ആ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന കുടുംബത്തിന്റെ മാനസികത നമുക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനോടൊപ്പം നമുക്ക് എങ്ങനെ അതിനെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്നോ പറയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും അവിടെ ഉയരുന്നൊരു വാദം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഡോക്ടർക്കെതിരെ മുൻപും സമാനമായിട്ടുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷേ കഴിഞ്ഞ 2 മാസം മുൻപും ഇത്തരത്തിൽ ഒരു പരാതി ഇതേ ഡോക്ടർ ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ഇതേ ഡോക്ടറിനെതിരെ ഉയർന്നു ണ്ടായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ, ഈ സംഭവം ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ വലിയ രീതിയിലുള്ള നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുമ്പോൾ അവിടെ 100 കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ പരാതിയുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ പലരോടും നമ്മളോട് മറ്റൊരു നെടുമങ്ങാട് സ്വദേശി സൽമാൻ എന്ന് പറയുന്ന ഒരു യുവാവ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ച ഒരു കാര്യം നമ്മളോട് പറയുന്നു. ഇത്തരത്തിൽ പ്രസവവേദനയുമായി അവിടെ വാർഡിൽ കിടക്കുമ്പോൾ ഡോക്ടർ മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നു, മോശമായി പെരുമാറുന്നു. അതിനുശേഷം ആ പുള്ളിക്കാരന്റെ ഭാര്യയ്ക്ക് സ്വന്തം നിലയിൽ അവിടെ വാർഡിൽ തന്നെ പ്രസവിക്കേണ്ടി വരുന്നു. ലേബർ റൂമിലേക്ക് പോലും മാറ്റാൻ ഈ പറയുന്ന ഡോക്ടർ തയ്യാറാകുന്നില്ല. അത്തരം പ്രവൃത്തികളൊക്കെയാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഒരു ആശുപത്രിയിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഈ ഡോക്ടർമാരുടെ സംഘടന ഇതിനെ പിന്തുണയ്ക്കുന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഈ ബിന്ദു സുന്ദറിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നപ്പോൾ അല്ലെങ്കിൽ സർക്കാരിന് അത്രമേൽ സമ്മർദ്ദം ഉണ്ടായപ്പോൾ മാത്രമാണ് ഒരു സസ്പെൻഷൻ നടപടി ഉണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു ഡോക്ടറിനെ ഒരു ചികിത്സാ പിഴവ് ഒരു ആരോപണം ഉയരുമ്പോൾ ഒരു ഡോക്ടറിനെതിരെ അടിയന്തരമായ ഒരു സസ്പെൻഷൻ നടപടി സ്വീകരിക്കാം. മുൻപെല്ലാം തന്നെ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുമ്പോൾ അവിടെ ഒരുപക്ഷെ ഉണ്ടാവുക ഇത്തരത്തിലൊരു സ്ഥലമാറ്റ ഉത്തരവോ അല്ലെങ്കിൽ വകുപ്പ് തല അന്വേഷണം നടത്താവുന്ന ഒരു പ്രഖ്യാപനം മാത്രമായിരിക്കും. ഈ നെടുമങ്ങാട് ആശുപത്രിക്കെതിരെ ഇന്നോ ഇന്നലെ ഉണ്ടായ ആരോപണങ്ങളല്ലോ, എത്രയോ നാളായി ആ ആശുപത്രിക്കെതിരെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ആരോപണങ്ങളിലൊക്കെ ഈ ഫെബ്രുവരി മാസം ഈ മിനങ്ങാന്ന് ഒരു ഡോക്ടർക്കെതിരെ കർശനമായ ഒരു നടപടി എടുക്കണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. അടുത്ത മാസം ഈ സംസ്ഥാനം ജനവിധി എഴുതാൻ പോവുകയാണ്, ഒരു തിരഞ്ഞെടുപ്പാണ്. തീർച്ചയായും ചെയ്തു. വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കാതെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു അതിന് മുൻപിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ആലപ്പുഴയിലെ സംഭവം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് വയനാട്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഈ പറയുന്നത് പോലെ ആരോഗ്യരംഗത്ത് വളരെ മുന്നേറ്റം ഉണ്ടാക്കുന്നുവെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ചില വീഴ്ചകൾ അവിടെ ഇവിടെ സംഭവിക്കുന്നത്. അതായത് പൂർണ്ണമായും ആരോഗ്യരംഗം നമ്പർ 1 ആണെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഇപ്പോഴും അതിൽ ക്ലിയർ ചെയ്യേണ്ട അല്ലെങ്കിൽ ശരിയാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ശരിയാക്കേണ്ട മേഖലകളുണ്ട്, വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുണ്ട്. അതെല്ലാം തന്നെ പൂർണ്ണമായി ശരിയാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആരോഗ്യരംഗം നമ്പർ 1 ആണെന്ന് അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ഇപ്പോഴുള്ള നിലവിലുള്ള ഈ പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വിദഗ്ധ സമിതിയെ നിയമിക്കുക, അതല്ലെങ്കിൽ കുറച്ച് പഴി അത് ഈ സർക്കാർ ആശുപത്രികളെ തകർക്കാൻ വേണ്ടി സ്വകാര്യ ആരോഗ്യ മേഖലയിലെ മാഫിയകൾ നടത്തുന്ന ദുഷ്പ്രചാരണം അതിൽ ഒതുങ്ങുകയാണ് എല്ലാ കാര്യങ്ങളും. ഒരു നടപടിയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഈ വിഷയത്തെ അതിൽ എങ്ങനെ സർക്കാരിനെ നേരിടുമെന്നൊരു വിശകലനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ബിനലുണ്ട്. ബിനലെ
ഗുഡ് ഈവനിങ്. ഈ ആരോഗ്യ മേഖലയിലെ തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് സംസ്ഥാനം. ഇതിനിടയിൽ സർക്കാരിനെ ഈ വിഷയങ്ങളൊക്കെ കടുത്ത വെട്ടിലാക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. UDFന്റെ ഇരുണ്ട കാലത്തേക്ക് മടങ്ങിപ്പോകണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് CPIMന്റെ പ്രചാരണം. ഈ പ്രചാരണത്തെ കോൺഗ്രസ് നേരിടുന്ന രീതിയുണ്ട്. തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധ വേണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ DMO ആരോഗ്യ സ്ഥാപന മേധാവികൾക്ക് അയച്ച സർക്കുലർ, ഇതൊക്കെ പാർട്ടിയെ എത്ര കണ്ട് പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ബിനൽ? വലിയ പ്രതിരോധം തന്നെ തീർക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സേതു പറഞ്ഞത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് കാലം വരാൻ പോവുകയാണ്. ആ ഘട്ടത്തിലാണ് വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ വീഴ്ച ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ സേതു ഒരു കണക്ക് ചൂണ്ടിക്കാട്ടിയിരുന്നു. കോഴിക്കോട്, പാലക്കാട്, കോന്നി, ആലപ്പുഴ, തിരുവനന്തപുരം, നെടുമങ്ങാട്, അങ്ങനെ അത് മാത്രമല്ല അതിൽ കൂടുതൽ സംഭവങ്ങൾ അല്ലെങ്കിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വലിയ പ്രതിരോധത്തിലേക്ക് കേരളത്തിലെ ആരോഗ്യ മേഖലയെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെന്നുള്ളത് സംശയമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിലെ ഏറ്റവും മികച്ച വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് KK ശൈലജ മന്ത്രിയായിരുന്ന ആരോഗ്യ വകുപ്പാണെന്ന് ഏവരും ഉത്തരം പറയും. ശൈലജ ടീച്ചർക്ക് വലിയ പിന്തുണ നവമാധ്യമങ്ങളടക്കം ലഭിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തവണ ഈ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുമ്പോൾ വീണ ജോർജ് മന്ത്രിയായിരിക്കുന്ന വകുപ്പ് കേട്ട ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ വീഴ്ചകൾ ഒന്നും രണ്ടും അല്ല, അത് വലിയ വീഴ്ചകളാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു. 5 വർഷമാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശിനിയായ ഒരു സ്ത്രീ അവരുടെ വയറ്റിൽ ഈ ശസ്ത്രക്രിയ ഉപകരണം ഉണ്ടായിരുന്നത്. വലിയ വേദന അവർക്കുണ്ടായി. അത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്നതല്ല. പാലക്കാട് ഒരു കുട്ടിയുടെ കൈ മുറിച്ച് മാറ്റേണ്ടി വരുന്നു. കോഴിക്കോട് ഹർഷയുടെ വയറ്റിൽ സമാനമായ രീതിയിൽ ഈ ശസ്ത്രക്രിയ ഉപകരണം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒന്നിലധികം കേസുകളാണ് വന്നു പോയത്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം സർക്കാർ കൃത്യമായി മറുപടി പറഞ്ഞേ പോകാൻ കഴിയുകയുള്ളൂ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യ മേഖല കേരളത്തിലെ നമ്പർ 1 ആണ് എന്നാണ് സർക്കാർ അടക്കം കൃത്യമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അത് ഒന്നിലധികം തവണ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷം ഇത് തെരഞ്ഞെടുപ്പ് അടുത്തിലൊക്കെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ആരോഗ്യ കേരളം വെന്റിലേറ്റർ എന്നാണ് പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയുന്നത്. ഇപ്പോൾ പുതുയുഗ യാത്ര, പ്രതിപക്ഷ നേതാവിന്റെ യാത്ര നടക്കുകയാണ്. ആ യാത്രയിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി ഇത് മാറ്റം തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കൃത്യമായി നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് ഏത് രീതിയിലാണ് നടപ്പിലാവുക എന്നുള്ളത് ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. നമുക്കറിയാം നേരത്തെയും സമാനമായ വിദഗ്ധ അന്വേഷണ സമിതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ എന്ത് നടപടിയെടുത്തു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആലപ്പുഴയിലെ ആണെങ്കിലും നെടുമങ്ങാട്ടെ ആണെങ്കിലും വിദഗ്ധ സമിതി അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണ സമിതി വന്നാലും പിന്നീട് വരുമ്പോൾ അവർ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, ഡോക്ടർമാർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം ബാക്കിയായി തന്നെ അവിടെ നിൽക്കുമെന്നാണ് മുൻകാല സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്തായാലും ഡോക്ടർമാരുടെ സമരവും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യം, ഈ അമിത ജോലിഭാരമുണ്ട്, അത് വലിയ സമ്മർദ്ദത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. മതിയായ ഡോക്ടർമാർ മെഡിക്കൽ കോളേജുകളിൽ ഇല്ല. അതുകൊണ്ട് അമിത ജോലിഭാരം ഇത്തരം സമ്മർദ്ദങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ന്യായീകരണം പോലും അവർ നടത്തുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് അവരുടെ സമരവും നടക്കുകയാണ്. ഇതൊക്കെ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രതിപക്ഷം ഇത് വലിയ ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സേതു.